സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിയോട് നടന്ന കാര്യങ്ങളെല്ലാം നന്ദൻ തുറന്നു പറയുന്നുണ്ട്. ആദ്യം ദേവികയോട് സത്യങ്ങൾ തുറന്നു പറയാമെന്ന് വിചാരിക്കുന്ന നന്ദൻ ദേവി സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നതും ദേവി അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ പറയാൻ തോന്നുന്നില്ല. പക്ഷേ അമ്മയോടെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ തനിക്കൊരാശ്വാസം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു കാരണവശാലും എൻ്റെ മോൻ അപകടത്തിലാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും DYSP പറഞ്ഞതുപോലെ ഇപ്പം ഋഷിയുമായി ബന്ധപ്പെട്ട കേസൊന്നും തൽക്കാലമില്ല. ഇനി ആ കേസ് ആരെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഈ അമ്മ ആ കുറ്റം ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദനെ സമാധാനിപ്പിക്കുന്നു. എന്തായാലും നന്ദൻ തനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അപകടത്തിൽ ചെന്നുപെട്ടേ എന്നുള്ളൊരു സങ്കടം പ്രഭാവതി വല്ലാതെ അലട്ടുന്നു. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തെന്നുള്ളൊരു നിർവൃതിയും നന്ദനെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഋഷിയോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു സങ്കടവും അവനെ അലട്ടുന്നു. ഇങ്ങനെ രണ്ട് മാനസികാവസ്ഥയിൽ നീറി നന്ദന് ഡിപ്രഷനും പല മാനസിക പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. എല്ലാ കാര്യവും അങ്ങനെ അമ്മയോട് പറയുന്നു. താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് കെവിൻ്റെ സഹായത്തോടെയാണെന്നും അതുപോലെ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളും ഒടുവിൽ അരുന്ധതിയെ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നന്ദൻ അങ്ങനെ പ്രഭാവതിയോട് ഷെയർ ചെയ്ത് ഒരല്പം ആശ്വാസം നന്ദന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരെയും കൊണ്ടാകുന്ന രൂപത്തിൽ പ്രഭാവതിയാണെങ്കിൽ സമാധാനിപ്പിച്ച് അതിനുശേഷം റൂമിൽ നന്ദൻ ഇല്ലെന്ന് മനസ്സിലാക്കിയ ദേവിയാണെങ്കിൽ താഴേക്ക് വന്ന് നോക്കുമ്പം അമ്മയും മകനും കൂടി താഴെ ഇരിപ്പുണ്ട്. മാത്രമല്ല പ്രഭാവതി കരയുകയും ചെയ്യുന്നു. കാര്യം തിരക്കുമ്പോൾ പ്രഭാവതി ഒരു വിധത്തിൽ ദേവിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഉറങ്ങാനായി രണ്ടുപേരെയും പറഞ്ഞയക്കുന്നുണ്ട്. ശേഷം റൂമിലേക്ക് വരുമ്പോൾ സിദ്ധു ആണെങ്കിൽ ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ നന്ദനോട് രാവിലെ ചോദിക്കണം എന്നൊക്കെ പറയുന്നു. അത് കേട്ട് പ്രഭാവതിയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഋഷി ഏതോ ട്രിപ്പ് പോയതാ, അതിന് എൻ്റെ മോനെ ചോദ്യം ചെയ്ത് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ, അതിന് താനെന്തിനാ ചൂടാകുന്നത്, അവൻ ട്രിപ്പ് പോയതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ആളുകളൊക്കെ പറയുന്നത്. എനിക്കും അതാ വിശ്വാസം. പല ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന നന്ദനോട് ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കേണ്ടെന്ന് പ്രഭാവതി പറയുന്നതിനനുസരിച്ച് സിദ്ധു ആണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ, അതായത് നന്ദൻ എണീക്കുന്നതിന് മുമ്പ് പ്രഭാവതിയാണെങ്കിൽ ഒരു ചായയായിട്ട് നന്ദൻ്റെ അടുത്തേക്ക് വരുന്നു. നന്ദൻ്റെ കിടത്തിയൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എൻ്റെ മോന് എന്തുമാത്രം പ്രയാസമാണ് ഞാൻ കാരണം ഉണ്ടായിരിക്കുന്നേ എന്നുള്ളൊരു വിഷമമാണ് പ്രഭാവതിയെയും അലട്ടുന്നത്. അങ്ങനെ നന്ദനെ എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് പ്രഭാവതി അവനെ ആശ്വസിപ്പിക്കുന്നു. മോനെ നീ വിഷമിക്കണ്ട, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഋഷി എവിടെയോ ട്രിപ്പ് പോയിരിക്കുക, അങ്ങനെ വിചാരിച്ചാൽ മതി, നീ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിയാണെങ്കിൽ കുളി കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്താ അമ്മ, ഋഷിന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മോളെ. അല്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടാളും ഋഷിയെപ്പറ്റി സംസാരിക്കുകയാണെന്ന്. ഋഷിയെപ്പറ്റി സംസാരിക്കാൻ എന്തിരിക്കുന്നു, അവൻ എവിടെയോ കറങ്ങാൻ പോയിരിക്കുക. ആരുടെയും പറയാതെ രഹസ്യമായിട്ട് പോയിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ചന്ദ്രോത്ത് വീട്ടുകാരെ മനഃപൂർവ്വം തകർക്കുക. നമ്മൾ അവരുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പേര് നമ്മളെ വലയ്ക്കാനാ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ദേവിയെപ്പോലും വിശ്വസിപ്പിക്കുന്നു. അതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ചിരിപ്പോണ്ട് നന്ദനും. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നു, മോൾ ഇത്ര രാവിലെ ഒരുങ്ങുന്നത് എന്താ, ഇന്ന് മീറ്റിംഗാണോ ഉണ്ടോ? അതേ അമ്മ, ഇന്ന് കുറച്ച് പ്രോഗ്രാമുണ്ട്, നേരത്തെ പോകണം. അങ്ങനെ ദേവി പോയി ഒരുങ്ങുന്നു. അതേസമയം മുരളിയാണെങ്കിൽ ത്യാഗരാജനെ കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ചന്ദ്രമതിയോട് ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരുന്നല്ലോ. ദേവിയെ അധികം താമസിക്കാതെ കൊന്നു തീർക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ ജയ് വിളിച്ച് നടക്കാൻ തനിക്ക് നാണമില്ലേന്ന് ഒരജ്ഞാതൻ ത്യാഗരാജനെ വിളിച്ചു പറഞ്ഞത് ത്യാഗരാജനും ബോധം കെട്ട് നിന്ന സമയമായതുകൊണ്ട് മുരളിയാണ് കേട്ടിരിക്കുന്നത്. മുരളി ആ കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയോട് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ത്യാഗരാജനോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പം ത്യാഗരാജനാണെങ്കിൽ ആദ്യമൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. എങ്കിലും ചന്ദ്രമതിയുടെ ചോദ്യത്തിനു മുമ്പിൽ ഒടുക്കം സത്യങ്ങളെല്ലാം പറയുന്നു. ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ ചന്ദ്രോത്ത് കുടുംബമായിരിക്കുമെന്ന അരുന്ധതി മേഡം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തകർക്കാൻ അരുന്ധതി മേഡം എനിക്ക് തന്ന കൊട്ടേഷനാണ്. ഋഷിയെ കാണാതായതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ദേവിയെ കൊല്ലാൻ എന്നോട് പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നു, നീ പറയുന്നതൊക്കെ സത്യമാണോ? സത്യമാ ചേച്ചി, ഞാൻ എന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നേ? അവരങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ദേവിയെ കൊല്ലുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ അവിശ്വസിക്കുവാണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രമതി ആണെങ്കിൽ ഫോൺ എടുത്ത് പ്രഭാവതിയെ വിളിക്കുന്നു. നടന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് ദേവിയുടെ ജീവൻ ഇപ്പോൾ ആപത്തിലാണ്. അരുന്ധതി ഋഷിയെ കാണാതായതിൻ്റെ കുറ്റം മുഴുവനും നിങ്ങളുടെ മേളിലാണ് ചാർത്തിയിരിക്കുന്നത്.
ഋഷിയെ കാണാത്തതിൻ്റെ പ്രതികാരം നിങ്ങളോടാണോ തീർക്കുന്നത്? അവൻ എന്ത് സംഭവിച്ചു എന്ന് പോലീസല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇന്ന് തന്നെ അരുന്ധതിയുടെ വീട്ടിൽ പോകണമെന്ന് പ്രഭാവതിയോട് പറയുമ്പം പ്രഭാവതി ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അരുന്ധതിയുടെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പം സങ്കടവും വിഷമവും എല്ലാം കൂടി വരുന്ന ആ ഒരു അവസ്ഥയിൽ പ്രഭാവതി പറയുന്നു, ഒന്നും വേണ്ട, മകനെ കാണാത്തതിൻ്റെ ദേഷ്യം, അങ്ങനെയൊക്കെ അവർ പറയുന്നതായിരിക്കും. നമുക്ക് ഊഹിക്കാമല്ലോ ഏക മകനെ കാണാതായ അവസ്ഥയിൽ ഒരമ്മ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ വെറുതെ വിടാം എന്ന് പറയുമ്പം ദേവിയുടെ ജീവൻ ആപത്താ. അതിനെ ഓർത്ത് ചന്ദ്രമതി ടെൻഷൻ അടിക്കേണ്ട, അവൾക്ക് വേണ്ടി പ്രത്യേകം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയാമെന്നൊക്കെ പ്രഭാവതി പറയുന്നു. അപ്പോൾ പ്രഭാവതി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. എന്നാൽ അതേസമയം ഋഷിയെ കാണാതായതും ചന്ദ്രോത്ത് വീട്ടുകാരെയും ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പാർട്ടി ഓഫീസിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ടുവരുന്ന സിദ്ധു ആണെങ്കിൽ സത്യത്തെയും ധർമ്മത്തെയും വിട്ട് ഒരു കാര്യവും ദേവിമോൾ ചെയ്യത്തില്ല. ദേവിക ഇതിനൊന്നും കൂട്ടു നിൽക്കുമെന്ന് ആരും പറഞ്ഞു ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നത് അതേസമയം തന്നെ ദേവി ഉറച്ച തീരുമാനം എടുക്കുന്നു. ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ എന്ത് സംഭവിച്ചെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഒന്നും ചെയ്യാത്ത ചന്ദ്രോത്ത് വീട്ടുകാർക്കാണ് എല്ലാ പഴിയും ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിലെ വാസ്തവം കണ്ടുപിടിച്ച് ചന്ദ്രോത്ത് വീടിൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നിട്ടിറങ്ങുവാണ് ദേവിക. ഭർത്താവാണ് ഇങ്ങനൊരു കുറ്റം ചെയ്തിരിക്കുന്നത് എന്നറിയാതെ എന്താകുമെന്ന് കാത്തിരിക്കാം.